നമ്മൾ ബലിമൃഗവുമായി ബലിസംബന്ധമായി എല്ലാ കേരളീയ മഹല്ലുകൾ മുഴുവനും ബലിദാനത്തെക്കുറിച്ചുള്ള ചർച്ചയിലും തൽസംബന്ധമായി എന്ത് ചെയ്യണമെന്നുള്ള ആലോചനയും നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയാണിത്. ബലിപെരുന്നാൾ എന്ന് പറയുന്നത് തന്നെ ബലിമൃഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബലി പെരുന്നാൾ, വലിയ പെരുന്നാൾ എന്നൊക്കെ പറയാറുണ്ട്. ബക്രീദ് എന്ന് പറയാറുണ്ട്. ഇത് ബക്രീദ് എന്ന് പറയുന്നത് ബക്കറ ഈദ് എന്നാണ്. ബക്കറ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ തന്നെയാണ്, പശു എന്നാണ് അതിനർത്ഥമുള്ളത്. ബക്കറ ഈദ് എന്ന് പറയും, ബലി ഈദ് എന്ന് പറയും, ബലി പെരുന്നാൾ എന്ന് പറയും. ഇതൊക്കെ ഈ ബലിമൃഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബക്കറയുടെ ഈദ് എന്ന് പറഞ്ഞാൽ ബക്കറയുടെ ഈദ് പശുവിനെ അറുക്കുന്ന, അല്ലെങ്കിൽ കാളകളെ, മൂരികളെ, പോത്തികളെ കറക്കുന്ന ഈദ് എന്നാണ് അർത്ഥമുള്ളത്. ഇത് ബലിയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ വജദ സഅതൻ അൻ യുളഹിയ, ഉഹ്ദിയത്ത് അറുക്കുവാൻ സൗകര്യമുള്ള ആൾ, ഒരു സൗകര്യമുണ്ട്, സംവിധാനങ്ങളും സൗകര്യങ്ങളും സാമ്പത്തിക ശേഷിയും ക്ഷേമശിയുമുണ്ട്, പക്ഷേ വലം യുളഹി, ഓൻ ഉഹ്ദിയത്ത് അറുത്തില്ല എങ്കിൽ ഫലാ യഹ്ദുറു മുസല്ലാന, ഓൻ നമ്മൾ നിസ്കരിക്കുന്നത് ഞാൻ വരേണ്ട ആവശ്യമില്ല. ഇതൊരു വാണിങ്ങാണ്. ഉളഹിയത്ത് എന്ന് പറയുന്നത് ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഉന്നതമായ, ഏറ്റവും അധികം മഹത്വമേറിയ ഒരു ചടങ്ങായി നമ്മൾ നടത്തുന്നതാണ്. അതിൽ കഴിവുള്ള ആളുകൾ അതിൽ നിന്ന് പിന്നോട്ട് പോയാൽ അവൻ നമുക്ക് നിസ്കരിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത് അതിൻ്റെ ഗൗരവമാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഇന്ന് വലിയ ചർച്ചകളൊക്കെ നടക്കുകയാണ്. ചർച്ചകൾ എന്ന് പറഞ്ഞാൽ പല ആളുകളും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിശ്വാസികളായ ആളുകൾ, വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ, ഇവരൊക്കെ ഈ ഉളഹിയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പുതിയ പ്രസ്താവനകളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഉളഹിയത്ത് എന്ന് പറയുന്നത് ഖുർആനിൽ ഇല്ലാത്തൊരു വസ്തുവാണ്. അത് അഹിംസയാണ്. ഇങ്ങനെ പോത്തിന് അറക്കാനൊന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല, അള്ളാഹുവിന്റെ ആവശ്യമില്ല, അത് ഖുർആനിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില ആളുകൾ വിമർശിക്കുന്നത്. അങ്ങനെ വിമർശിക്കുമ്പോൾ സ്വാഭാവികമായും ആളുകളുടെ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതുവരെ പറഞ്ഞൊരു കാര്യം ഖുർആനിൽ തന്നെ ഉണ്ട്, അറക്കരുത് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ വചനം ഇതാണ്, അഥവാ സൂറത്തുൽ ഹജ്ജിന്റെ 37-ാമത്തെ വചനം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. ഇതാണ് വിമർശനത്തിന് വിധേയമാക്കുന്ന വചനം. വിശ്വാസികളുടെ കാലങ്ങളോളം പുണ്യനബി വലിയ പുണ്യമാക്കി പഠിപ്പിച്ചു തന്ന വിഷയമാണിത്. നിങ്ങൾ അറത്തോളം എന്ന് പറഞ്ഞ വിഷയമാണ്. അതൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ടാണ് ഖുർആനിലെ ഈ വചനം പോലും ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. എന്താ പറഞ്ഞതെന്ന് അറിയോ? ലയനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ, ഈ മൃഗത്തിന്റെ രക്തമോ അതിന്റെ മാംസമോ അല്ലാഹ്. എന്തിനാ നിങ്ങൾ ഇറക്കണത്? വെറുതെ നിങ്ങൾ നടത്തുന്നത് കാര്യമുള്ളത്. ഇതിന്റെ രക്തവും മാംസം അല്ലാഹ്. വലാക്കി യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളൊക്കെ നല്ല തഖ്വയുള്ള മനുഷ്യന്മാരായി നടന്നോളി, അതേ അള്ളാഹിനടുത്ത് വേണ്ടതുള്ളൂ. ഈ പറഞ്ഞ പോത്തറുത്തത് കൊണ്ടൊരു നേട്ടവും നിങ്ങൾക്ക് കിട്ടാനില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇന്ന് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്, വിമർശനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പള്ളികൾ ഖുത്ബ നിർവഹിക്കുന്നു എന്ന് പറയപ്പെടുന്ന ആളുകളാണ്. അതാണ് അതിന്റെ ഗൗരവം. മറ്റുള്ളവർ ഏതോ കാലത്ത് പറയാൻ തുടങ്ങിയതാണ്. ചിലർ പറയാറുണ്ട്, 1000 കോടി മുടക്കിയിട്ട് അത്ര ആളുകളാ ഓരോ മഹല്ലത്തിനും കോടിക്കണക്കിന് രൂപയാണ് ഈ ഉളഹിയത്തുമായി ബലിദാനവുമായി കളക്ഷൻ നടക്കുന്നത്. ഇത് നിങ്ങൾക്ക് ആ സോമാലിയിലേക്ക് കൊണ്ടുപോയി കൊടുത്തൂടെ എന്ന് ചില ആളുകൾ അങ്ങനെ വിമർശനം നടത്താറുണ്ട്. സോമാലിയിൽ കൊണ്ടുപോയി അവിടെ പട്ടിണി പാവങ്ങളാണ്, നിങ്ങൾ എന്തിനാ ഇതൊക്കെ ഇങ്ങനെ കാശ് കൊണ്ടുപോയി എന്തൊക്കെ ചെയ്യാമെന്ന്. അതിന് കുറെ വിഷയങ്ങൾ, ഒരു വിഷയമില്ല ചെയ്യേണ്ട, പല കാശ് ഉപയോഗിക്കാം. ഇതിന്റെ മാത്രമല്ല, വേറെയും കുറെ കാശ് അതൊക്കെ കൊണ്ടുപോയി കൊടുക്കാം, വിഷയമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ആ വിമർശനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നതിന് ശേഷമാണ് ചില പള്ളികളിലൊക്കെ ഖുത്ബ നിർവഹിക്കുന്ന ആളുകൾ പോലും അല്ലാഹ് പോത്തിന്റെ ആവശ്യമില്ല, എന്തിനാണ് നിങ്ങൾ ഇത് നടത്തുന്നത് എന്ന് ചോദിക്കുന്നത്. എന്നാൽ ഖുർആൻ പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകാ. എല്ലാ സമൂഹത്തിനും, നമുക്ക് മാത്രമല്ല എല്ലാ സമൂഹത്തിനും ജഅൽനാ മൻസകാ, നമ്മൾ ബലികർമ്മങ്ങളെ, മൃഗങ്ങളെ ബലികർമ്മം എല്ലാവർക്കും നമ്മൾ ആക്കിയിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ഇത് ലിയദ്കുറു സ്മല്ലാഹി അലാ അസ്മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം
നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഈ അനുഗ്രഹമാകുന്ന ഈ മൃഗങ്ങൾ കുറെ നിങ്ങൾക്കല്ലാം നൽകിയില്ലേ? അള്ളാഹിന്റെ നാമം പ്രതീക്ഷിക്കാൻ വേണ്ടി അതിന്റെ പേര് ബിസ്മി ചൊല്ലി കറക്കാൻ വേണ്ടിയാണ്, അതിനു വേണ്ടിയാണ് എന്ന് ഖുർആൻ പറയാം. പിന്നെ പറയുന്നു ബലിയൊട്ടകങ്ങൾ അതുകൾ നിങ്ങൾക്ക് നമ്മൾ ആക്കിയിരിക്കുന്നു, ബലിയൊട്ടകങ്ങളെ. അതിനെ അത് അള്ളാഹുവിനെ നിങ്ങൾക്ക് നാം അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ പെട്ടതാക്കി തന്നിരിക്കുന്നു. ഇത് അള്ളാഹിന്റെ ചിഹ്നമാണ്. മറ്റൊരു കാര്യത്തിൽ കാണാം അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ ആദരിക്കുന്നവരെ കുറിച്ചുള്ള മഹത്വങ്ങൾ. ഇത് ഈ കാണുന്ന ബലിമൃഗം എന്ന് പറയുന്നത് ഒട്ടകങ്ങളെ, ഈ ബലി നൽകുന്ന ഒട്ടകങ്ങൾ അത് അള്ളാഹിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. പിന്നീട് പറയുന്നു അതുകളെ സവാഫ അണിയണിയായി നിർത്തിയിട്ട് അതുകളെ അറക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ വിസ്മിച്ചൊല്ലണമെന്നാണ്. അങ്ങനെ അത് മൃഗത്തിനെ അറുത്തതൊരു ഭാഗം, അത് ജീവൻ പോയി കഴിഞ്ഞാൽ كذلك سخرناها لكم لعلكم تشكرون. 1000 കോടി കൊടുത്ത് ഇത് അറക്കുന്നത് കൊണ്ട് കാര്യമില്ല, അത് സോമാരി കൊടുക്കണമെന്ന് പറഞ്ഞ ആളോട് കൊണ്ട് കാര്യം, അത് വേറെ രീതിയാണ്. ഇത് പള്ളി മെമ്പറുകളിൽ ഖുത്ബ നിർവഹിക്കുന്നു എന്ന് പറയപ്പെടുന്ന ആളുകൾ പറയുന്ന വചനമാണത്. ഈ ലൻ യനാലല്ലാഹ ലുഹൂമുഹ എന്ന് പറയുന്ന 37ാമത്തെ വചനമാണ്. അതിന്റെ അർത്ഥം എന്താ? ലൻ യനാലല്ലാഹ ലുഹൂമുഹ, അവകളുടെ മാംസം എത്തൂല എന്നാണ്. മാംസം എത്തൂല. ആരുടെ മാംസം എത്താത്തത്? ഈ പറയപ്പെട്ട ബലിമൃഗങ്ങളുടെ. ഏതാ ബലിമൃഗങ്ങൾ? നിങ്ങൾ ബലി നൽകുകയും അതിന് തിന്നുകയും വേണം. ഫകുലൂ മിൻഹാ എന്നാണ്. ഒരു സാധനത്തിന് തിന്നണമെങ്കിൽ ജീവനോടെ തിന്നുന്നതാണ് ക്രൂരത എന്ന് പറയുന്നത്. അറിവ് നടത്തിയിട്ട് തിന്നണം അതിനെ. ജീവനോടെ ശരീരഭാഗങ്ങൾ തിന്നുന്നത് മനുഷ്യ സ്വഭാവം അല്ലത് ക്രൂരം ജന്തുക്കളുടെ പണിയാണ്. ഇവിടെ പറയുന്നത് അറക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെയുള്ള ചില ആളുകൾ ഇറങ്ങുമ്പോൾ ഖുർആൻ പറയുന്നു ഫൈദാ വജബത ജുനൂബുഹാ, അതിന്റെ പാർശ്വഭാഗങ്ങൾ അവ വീണാൽ, വീഴുന്നത് എപ്പോഴാണെന്നറിയോ? ചത്തി വീഴല, അറുത്ത് വീഴലാണ്. ഫകുലൂ മിൻഹാ, നിങ്ങളത് ഭക്ഷിച്ചോളണമെന്നാണ് പറയുന്നത്. പിന്നീട് പോത്തിന്റെ അടവില്ല, അല്ലെങ്കിൽ അറച്ചിയും അതിന്റെ മാംസവും എത്തൂല എന്ന് പറഞ്ഞ് അറക്കേണ്ട ആവശ്യമില്ല, എത്തക്കവേ വേണ്ടു എന്ന് പള്ളി മെമ്പറുകളിൽ നിന്ന് പ്രസംഗിക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാന്റെ റസൂൽ മുമ്പേ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആഖിർ സമായിൽ എന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെ ടീം വരും, അവർ ഇല്ലാത്തത് പറയുമെന്ന് പറഞ്ഞ് വിഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടുത്തേണ്ടി വരും. ഈ ഒരു രീതിയിലാണ് നമുക്ക്